ഇത് നമ്മുടെ കൊച്ചിയിലുള്ള വീടാണ്. ഞങ്ങൾ മരത്തിൻ്റെ കമ്പുകളൊക്കെ കട്ട് ചെയ്യാൻ പറ്റിയ ഈസി കട്ടർ വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഈസി കട്ടർ വാങ്ങിക്കാനായിട്ടുള്ള ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ വർക്ക്ഷോപ്പും അതുപോലെ ഷോപ്പും കൂടിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പും കാര്യങ്ങളും ഒക്കെ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇത് വാങ്ങിക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ടും പങ്കുവയ്ക്കാവുന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈസി കട്ടർ വാങ്ങിക്കുന്നത് മുതൽ യൂസ് ചെയ്യുന്നത് വരെയുള്ള ഭാഗങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ നമ്മുടെ സ്ഥലം ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കേ. തിരുവാണിയൂരാണ്, എറണാകുളം ജില്ലയിൽ തിരുവാണിയൂര് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ തൃപ്പൂണിത്തുറ കഴിഞ്ഞ് തിരുവാങ്കുളം ചോറ്റാനിക്കര ആ ഒരു ഏരിയ ആണ് നമ്മുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ തിരുവാണിയൂര്. ഇതാണ് സംഭവം. ഒരു 3.5 കിലോയുടെ അടുത്തൊക്കെ വെയിറ്റ് വരും. ഇത് നമുക്ക് 6 അടിയാണ് ചുരുക്കി വെച്ചേക്കണേ. ഈ 6 അടി ചുരുക്കി വെച്ചാൽ നമുക്ക് ഏത് വണ്ടിയുടെ ഉള്ളിലും ഈസി ആയിട്ട് ഈസി തോട്ട് വെച്ചോണ്ട് പോകണ പോലെ നമുക്ക് ഹൈറ്റ് കൂട്ടുകയും ചെയ്യാം. ഇത് 18 അടി വരെ. 6 അടിയിൽ നിന്ന് ഒരു 12 അടി നീളത്തിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഒരു 18 അടി സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കിട്ടുമ്പോൾ തന്നെ നമ്മൾ 18 അടി വെക്കാതെ ആദ്യം 6 അടി കയറ്റിൽ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ചില്ലകൾ കുറെ ഇങ്ങനെ അറുത്തിടുക. അതിന് മോട്ടറൈസ്ഡ് ഒന്നുമല്ല, ജസ്റ്റ് ചില്ലയുടെ വെക്കുക, ചില്ലയിൽ വെച്ചിട്ട് താഴ്ത്തിട്ട് വലിച്ചു കൊടുക്കുക. അപ്പൊ ഇത് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്ത് പോകും. അതിനുശേഷം 12 അടിയിൽ വെക്കുക, പിന്നെ 18 അടിയിൽ വെക്കുക. അങ്ങനെ ഓരോ അളവിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റുമായിട്ട് കുറച്ചും കൂടി ചേർന്ന് ഈസി ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എവിടെ എല്ലാ ജില്ലയിലും സപ്ലൈ ഉണ്ടാവും? കേരള ഇന്ത്യ മൊത്തം സപ്ലൈ ഉണ്ട്. കാരണം ആർക്കും ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇന്ത്യ മൊത്തം അയച്ചു കൊടുക്കും. DTDC വഴി നമുക്ക് ഇത് അയച്ചു കൊടുക്കാനുള്ള അറേഞ്ച്മെന്റ് ഉണ്ട്. ഏതൊരാൾക്ക് വേണമെങ്കിലും അത് എത്തിക്കാനുള്ള അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്തു. പിന്നെ അവരുടെ ഓഫീസിൽ നിന്ന് അവർ എടുക്കണം. കാരണം ഇത്ര നീളം ഉള്ളതുകൊണ്ട് DTDC കൊറിയർ സർവീസ് ആണ്, പാഴ്സൽ സർവീസ് അല്ലാത്തതുകൊണ്ട് അവർ ഒരുപക്ഷെ വീട്ടിലെത്തിക്കില്ല, അവിടെ നിന്ന് എടുത്തുകൊണ്ട് മാത്രം. പിന്നെ നമ്മുടെ മറ്റുള്ള പ്രൊഡക്റ്റുകൾ നമ്മളിപ്പോൾ ഒരു 6-7 ടൈപ്പ് പല ടൈപ്പിലുള്ള പ്രൊഡക്റ്റുകളുണ്ട്. എല്ലാം ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ്. അതെല്ലാം അലൂമിനിയം വെൽഡഡും പിന്നെ അങ്ങനെ റിവൈറ്റോ നെറ്റ് ബോൾട്ടുള്ള പ്രൊഡക്റ്റുകളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അതിന് നല്ല ഒരു ലൈഫ് കിട്ടുന്ന പ്രൊഡക്റ്റാണ്, നല്ല ലൈഫ് കിട്ടും. പിന്നെ ഈസി ഏണി എന്ന് പറയുന്നത് നമ്മുടെ ഇത് 7.5 അടി മടക്കി വെച്ചിട്ട് 15 അടി വരെ ചാടി വയ്ക്കാം. അത്ര നീളം ഉള്ളൂ ഇതിന്. ഈസി ഏണി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡുകാരൊക്കെ കൊണ്ടുപോയി വർക്ക് ചെയ്യുന്നതായിട്ടാണ്. പിന്നെ നമുക്കുള്ള വേറൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ സിലിണ്ടറൊക്കെ കൊണ്ടുപോകാൻ പാകത്തിനുള്ള ഒരു പ്രൊഡക്റ്റ്. സിലിണ്ടർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതെ, ഇപ്പൊ അതുകൂടി ഒരെണ്ണം വാങ്ങിക്കണമെന്ന് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ല, സിലിണ്ടർ നല്ല സാധനം. ഇത് നമുക്ക് വളരെ ചുരുക്കി ഇങ്ങനെ ഈസി ആയിട്ട് വെക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ കാലിൽ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു പോക്കുക. നല്ല ഹെവി ആയിട്ടാണ്. നമ്മൾ വട്ടം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നടുവിന് പ്രശ്നം വരും. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ വട്ടം എടുക്കണ്ട. ഇത് കൈ കൊണ്ട് തൊടുക പോലും വേണ്ട. അതിങ്ങനെ ഹാങ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഒരു സൂക്കേഴ്സ് വലിച്ചുകൊണ്ട് പോകണ പോലെ വളരെ സിമ്പിൾ ആയിട്ട് എത്ര ആൾക്കാർക്ക്. പിന്നെ ഇത് സ്റ്റെപ്പ് ബോഡി കയറ്റിക്കൊണ്ടാണ്. സ്റ്റെപ്പ് ബോഡി ഇങ്ങനെ പതുക്കെ വലിച്ച് ചാടിച്ച് സ്റ്റെപ്പ് കൂടി കൊണ്ടാകും. സ്ത്രീകൾക്കൊക്കെ ഈസി ആയിട്ട് കൊണ്ടാകുന്ന ഐറ്റമാണ്. അവിടെ വെക്കേണ്ട സ്ഥലത്ത് ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഇങ്ങനെ ഇതാകുമ്പോൾ ഈ ഗാർഡൻ കൊണ്ടുപോകാൻ സെറ്റ് ചെയ്യുന്ന സ്ത്രീകൾക്ക് അങ്ങനെ ഉള്ളവർക്ക് വളരെ ഉപകാരം. ഇതിനകത്ത് സിലിണ്ടർ കൊണ്ടുപോകാൻ പറ്റും. ഇതിനകത്ത് സിലിണ്ടർ കയറ്റി വെക്കുമ്പോൾ തന്നെയാണെങ്കിലും ഒരിക്കലും നമ്മൾ വട്ടം എടുത്ത് പൊക്കരുത്. ഇങ്ങനെ ഉരുട്ടി കയറ്റാവും. പിന്നെ കാലോട് കൊടുത്തിട്ട് ഇങ്ങനെ പതുക്കെ ഉരുട്ടി കയറ്റണം. എന്നിട്ട് ഇതിനകത്ത് നമ്മളൊരു ചെയിൻ കൊടുത്തിട്ടുണ്ട്. ഈ ചെയിൻ ഇട്ട് ഇതിനെ ലോക്ക് ചെയ്യാൻ കൊടുക്കും. ഇതിങ്ങനെ അങ്ങ് ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭംഗിയായിട്ട് ഇരുന്നോളും. അപ്പോൾ നമുക്ക് സിലിണ്ടറും ഇതേപോലെ സിലിണ്ടറും കൊണ്ടുപോകാൻ പറ്റും. ചെടിച്ചട്ടികള്, വളച്ചാക്കുകള്, സിമെന്റ് ചാക്കുകൾ, അങ്ങനെയുള്ള ഇതിനകത്ത് മൂവ് ചെയ്യാൻ പറ്റും. അതിനകത്ത് അത് പറ്റില്ല. ഗ്യാസിന്റെ മാത്രം യൂസ്. അപ്പൊ റേറ്റിലും വ്യത്യാസമുണ്ട്. ഇത് 2000. ഇത് 2500ഉം ഇത് 3500 ഒരു കയറ്റിങ് നമ്മൾ ഇങ്ങനെ പിടിച്ച് വലിച്ചു കൊടുത്താൽ മതി. ഒന്ന് ഫോഴ്സ് കൊടുത്താൽ ചെറിയൊരു ഫോഴ്സ് ഇങ്ങനെ എന്നാലും കുഴപ്പമില്ല. ഈസി ആയിട്ട് സൂപ്പർ. നമുക്ക് ഇറക്കിക്കൊണ്ട് പോകണമെങ്കിൽ അതേപോലെ തന്നെ പതുക്കെ ഒന്ന് പഠിച്ചാ ഈസി. ഇതിപ്പോ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ ഈസി തോട്ടിയും ഈസി ലാഡർ ഇങ്ങനെ 2-3 ഐറ്റം ഉദ്ദേശിച്ചാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരുപാട് സംഗതികൾ കണ്ടു. അപ്പൊ ഇത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ സംഭവം നമ്മൾ 10 വർഷത്തിന് മുകളിലായിട്ട് അമേരിക്കയിലായിരുന്നു. അമേരിക്കൻ നേവിയുടെ യുദ്ധക്കപ്പലുകാരുടെ സെക്ഷൻ ആയിരുന്നു എൻ്റെ വർക്ക്. ഒരു 10-15 ഏകദേശം ഒരു ടെക്സസ് മുതൽ ന്യൂയോർക്ക് വരെയുള്ള ഒരു 15 സ്റ്റേറ്റിൽ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഒരുമാതിരി എല്ലാ ആളുകളുടെയും കൂടെ ജോലി ചെയ്യാൻ അവസരം കിട്ടി. കാരണം എല്ലാവരും ഇമിഗ്രേറ്റ് ചെയ്യുന്ന സ്ഥലമാണല്ലോ അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഈ മാൻ പവറിന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് അവർ
ഒത്തിരി കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തു നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടു മനസ്സിലാക്കി. അത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ നാട്ടിലത് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. ഇപ്പോൾ 15 വർഷമായിട്ട് നമ്മൾ ആദ്യം ചെയ്ത പ്രൊഡക്റ്റ് ഈസി ലാഡറാണ്. അതിനുശേഷം ഈസി തോട്ടി വന്നു, പിന്നെ ഈസി കട്ടർ വന്നു, ഈസി ട്രോളി വന്നു, പിന്നെ ഈസി ഹോം ലിഫ്റ്റ്. വീടിൻ്റെ ഈ മുട്ടുവേനയൊക്കെ ഉള്ളവർക്ക് താഴത്തെ അല്ലെങ്കിൽ മുകളിലേക്ക് പോകത്തക്ക രീതിയിലുള്ള ഹോം ലിഫ്റ്റ്. ഇങ്ങനെയുള്ള ഒരു 6-7 പ്രൊഡക്റ്റുകൾ നമ്മളിപ്പോൾ ഇന്നോവേറ്റീവായിട്ട് ചെയ്ത് ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റിൽ 99% ആളുകൾ ഹാപ്പിയാണ്. അത് ഹാപ്പി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെറ്റീരിയൽ ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ അവിടെ ചെയ്തിട്ടുള്ള ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. ഇത് നമ്മൾ അധികം മെറ്റീരിയൽ ഇടുന്നത് ഹിൻഡാൽകോയിൽ നിന്നാണ്. ഹിൻഡാൽകോയുടെ ജിൻഡാലിന്റെ മെറ്റീരിയലാണ് അധികവും നമ്മൾ അലൂമിനിയം സെക്ഷനിലെല്ലാം യൂസ് ചെയ്യുന്നത്. കാരണം അതെല്ലാം പ്യുവർ അലൂമിനിയം ആണ്. പിന്നെ എല്ലാത്തിലും നമുക്ക് മെയിൻ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി. ആ സേഫ്റ്റി വിട്ടിട്ടുള്ള ആ ക്വാളിറ്റിയും സേഫ്റ്റിയും വിട്ടിട്ടുള്ള പരിപാടിയില്ല. കഞ്ഞി കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈസി കട്ടർ ഉപയോഗിച്ച് എങ്ങനെ മരക്കമ്പുകൾ മുറിക്കണമെന്നാണ് ഞാൻ കാണിക്കാം. ഇവിടെ ഉണ്ടല്ലോ, ഇതിങ്ങനെ തുറന്നിട്ടാണ്, ഇത് തുറന്നിട്ടാണ് ഇതിങ്ങനെ വെച്ച് ഫിറ്റ് ചെയ്യേണ്ടത്. ഇത് നമുക്കെന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഇപ്പോൾ ഈ നിലവിലുള്ള ഹൈറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് മുകളിലേക്ക് പൊക്കി കഴിഞ്ഞാൽ അവിടെ 2 ബോൾട്ട് ഉണ്ട്. അത് നമ്മൾ ഊരി എടുത്തതിന് ശേഷം വാൾ വെച്ചിട്ട് നമ്മൾ ആ ബോൾട്ട് ഇട്ട് നെറ്റ് ശരിക്കും ടൈറ്റ് ചെയ്യണം. അപ്പോൾ കൈക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ സ്പാനർ എടുത്ത് ശരിക്കും നല്ല ടൈറ്റ് ആക്കാം. അതിനുശേഷം നമ്മൾ മരക്കമ്പ് മുറിക്കാൻ തുടങ്ങാവൂ. നമ്മളിപ്പോൾ ഇതാണ് ഒരു ലെങ്ത് ഉള്ളത്. ഇതിൻ്റെ അടുത്ത ലെങ്ത്തിലേക്ക് നമ്മൾ പൊക്കിയേക്കാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതും ഒരടയാളം കണ്ട ഇതുപോലെ ഈ നീല അടയാളം ഇതും വേണ്ട, അതും കൂടി കറക്റ്റ് ചെയ്താലേ നമുക്കിവിടെ ഹോള് കണ്ട. ഇപ്പോൾ ഈ ഹോള് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഹോളിലേക്ക് നമ്മൾ ഹൈറ്റ് കൂട്ടുമ്പോഴാണ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അല്ലേ? അതെ, അത് ഹോള് കറക്റ്റ് വന്നാലേ നമുക്ക് വീഴുള്ളൂ. ഇത് ഇപ്പോൾ കണ്ട കറക്റ്റായി. അപ്പോൾ ഇത് ഈ കാണുന്നത് 6 അടി ഉണ്ട്. ഇപ്പം ഞാൻ 12 അടി ഹൈറ്റിൽ എടുത്തേക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ 6 അടി ഹൈറ്റും കൂടി ഉണ്ട്. ഒരു പ്രാവശ്യം കൂടി ഇത് പൊക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ആ 12 അടി ഹൈറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിതിപ്പോൾ ഇതാ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റീഫൻ ചേട്ടനൊരു പേടി നമ്മുടെ ചെടികളിലേക്ക് വീഴുമോ എന്നൊരു കുഴപ്പം. നമുക്ക് നോക്കാം, ശ്രമിച്ചോളൂ, ധൈര്യമായി ചെയ്യൂ. അടിയിലൊക്കെ നമുക്ക് ഓരോന്ന് നിൽക്കുന്നതുകൊണ്ടൊരു ധൈര്യക്കുറവ്. വരുന്നു എന്ന് പറഞ്ഞ് ഒരാളെ പിടിക്കാൻ പോയി നിൽക്കുന്നുണ്ടോ? ഞാനിട്ടോ ഇത്ര പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇതുപോലെ ബുദ്ധിപരമായിട്ട് പ്രയോഗിക്കണം അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും ഇതെന്താ പകുതിയോളമായി ഇപ്പം തന്നെ, ഇതൊന്നും ഇല്ല. ആ കമ്പിങ്ങോട്ട് എടുത്തേ, നമുക്ക് നോക്കാം. ഈസി ആയിട്ട് പോയി. കനം കൂടുതലുള്ളപ്പോൾ നമ്മൾ മാറി. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ശരിക്കും വാളിന് കട്ട് ചെയ്ത മാതിരി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ തലയ്ക്ക് തൂപ്പുണ്ടെങ്കിൽ നമ്മൾ പകുതി കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ഒടിഞ്ഞു പോരും. അപ്പോൾ ഇതിൻ്റെ താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഴാതിരിക്കാനാണ് ഞാൻ ബോഡി പോയി പിടിച്ചത്. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഓവറായിട്ട് കട്ട് ചെയ്ത് ഇത് ഒടിയാൻ വരുമ്പോൾ വാളിനെ നമ്മൾ മാറ്റി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ വാളിൻ്റെ ഇടയിൽ ഞെങ്ങിയാലും പെട്ടെന്നൊന്നും ഒടിയണ സംഭവമല്ല. എന്നാലും നമ്മൾ ഒരു വിധമായി കഴിയുമ്പോൾ വാള് പൊക്കിയെടുക്കുക. ഈ മരത്തിൻ്റെ മുകളിൽ വരെ നമുക്ക് പിടിക്കാം. ഇതിനേക്കാൾ ഹൈറ്റ് കൂട്ടാനല്ല. ഇതാർക്കും ഈസി ആയിട്ട് കൊണ്ടുപോകാം. പെണ്ണങ്കായാലും ഒക്കെ കൊണ്ടുപോകാൻ എളുപ്പം. ഇത് ഗ്യാസും കുറ്റി കൊണ്ടുപോകാം. അങ്ങനെ പല കാര്യങ്ങൾ. അപ്പോൾ ഇത് ഞങ്ങൾ വാങ്ങിച്ചത് ഈ ഒരു ഉപയോഗമാണ് മെയിനായിട്ടും. പിന്നെ അതുപോലെ ഗ്യാസ് കുറ്റി പൊക്കുന്നതും ഒരു കഷ്ടപ്പാട് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഒരു പക്ഷേ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.